സർ, ഈ ബജറ്റിനെ ശക്തിയുക്തം എതിർക്കുന്നു സർ. ഇവിടെ ഉണ്ട്. ഇതിലെ കേരളത്തിന് നിരാശ പകർന്ന ആ ബജറ്റിൽ കാസർഗോഡ് ജില്ലയോട് അതീവ അവഗണന കാണിച്ചൊരു ബജറ്റ് കൂടിയാണ്. കാസർഗോഡിൻ്റെ ഏറ്റവും പ്രശസ്തമായ കന്നഡ മഹാകവി കയ്യാര കിഞ്ഞൻ റൈയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു കവിതയുണ്ട്. ಬೆಂಕಿ ಬಿದ್ದಿದೆ ಮನೆಗೆ ಓ ಬೇಗ ಬನ್ನಿ, ಎಲ್ಲೆಲ್ಲೂ ಎದ್ದೆದ್ದು ಓಡೋಡಿ ಬನ್ನಿ, ಕನ್ನಡದ ಗಡಿಕಾಯೆ ಗುಡಿಕಾಯೆ ನುಡಿಕಾಯೆ കായലാരസായെ. ഓ ബന്നി, ബെങ്കി ബിദ്ദിത ബന്നി എന്ന് പറയുന്നത് ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് മഹാകവി കയ്യാര കിഞ്ഞൻ റൈ കാസർഗോഡിൻ്റെ അനീതിക്കെതിരെ ശബ്ദിച്ച ഒരു കവിതയായിരുന്നു. ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ത്യയുടെ ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് മീഡിയകൾക്ക് മുമ്പിൽ ചോദിച്ചു, കേരളം ഇന്ത്യയിൽ പെട്ടതല്ലേ എന്നുള്ളതായിരുന്നു ചോദ്യം. ഞാൻ ധനകാര്യമന്ത്രിയോട് ചോദിക്കുന്നു, കാസർഗോഡും മഞ്ചേശ്വരവും കേരളത്തിൻ്റെ ഭാഗമല്ലേ എന്ന് ചോദിക്കാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഇവിടെ ഞങ്ങളൊക്കെ ശക്തമായി ഫാസിസത്തോട് പടപൊരുതി വരുന്ന ഒരു മേഖലയാണ് അതിർത്തിയിലെ മഞ്ചേശ്വരം പോലെയുള്ള ഞങ്ങളുടെ മണ്ഡലങ്ങൾ. ബഹുമാന്യനായ ധനകാര്യമന്ത്രി സഭയിൽ എപ്പോഴും പറയും, കേന്ദ്രത്തിൻ്റെ അവഗണനയെക്കുറിച്ച് UDFും LDFും നമുക്ക് ഒന്നിച്ചു നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയും. ഈ ബജറ്റിൽ ധനകാര്യമന്ത്രിയുടെ പ്രസംഗം തുടങ്ങി അവസാനിക്കുന്നത് വരെ കൊതിയോടുകൂടി കാത്തുനിന്നത് കാസർഗോഡിൻ്റെ ഒരു പേരെങ്കിലും ഒരു പ്രാവശ്യം ഉച്ചരിക്കുമോ എന്ന് ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു അംഗമായിരുന്നു. കഴിഞ്ഞ 3 ബജറ്റുകളിലും അദ്ദേഹം കുട്ടനാട് പാക്കേജും ഇടുക്കി പാക്കേജും പറയുന്ന കൂട്ടത്തിൽ കാസർഗോഡിൻ്റെ പാക്കേജിൻ്റെ ഒരു പേരെങ്കിലും പറയുമായിരുന്നു. ഇപ്രാവശ്യം അതുമില്ലാതായി. ഈ കാസർഗോഡ് പാക്കേജ് എന്ന് പറയുന്നത് ബഹുമാനനായ രമേശ് ചെന്നിത്തല ഒരു കാൽനട യാത്ര നടത്തി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിന് സമർപ്പിച്ച ഒരു പദ്ധതിയിൽ ലഭിക്കുന്ന ഫണ്ടാണ് ഞങ്ങൾ 5 MLAമാർ വീതം വെച്ച് സ്കൂളുകൾക്കും വികസന ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. മെഡിക്കൽ കോളേജ് UDF കാസർഗോഡിന് പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജിന് ഒരു ചില്ലിക്കാശ് പോലും നീക്കിവെക്കാത്ത കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയുടെ ബജറ്റ്. എൻഡോസൾഫാൻ രോഗികളുടെ കഥ എല്ലാവർക്കും അറിയാം. ഇപ്പോഴും ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്ന കാസർഗോഡിൻ്റെ രോദനത്തിൻ്റെ ദൈന്യതയുടെ കാസർഗോഡിൻ്റെ കഥ. ആ എൻഡോസൾഫാൻ രോഗികളുടെ കാര്യത്തിൽ 17 കോടി തുച്ഛമായി നീക്കിവെച്ചു എന്നല്ലാതെ അവരെ ആശ്വസിപ്പിക്കുന്ന ചേർത്ത് നിർത്തുക പദ്ധതി നീക്കിവെക്കാൻ ഈ ബജറ്റ് സാധിച്ചിട്ടില്ല. അത് പറയുമ്പോൾ ബഹുമാനനായ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നൊരു കാര്യം, എൻ്റെ ജില്ലയിൽ എൻഡോസൾഫാൻ രോഗികൾ അവർക്ക് ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം പറയുന്നൊരു കാര്യം, സെല്ലിൻ്റെ ഒരു മീറ്റിംഗ് വിളിക്കാതെ വർഷം കഴിഞ്ഞു. ആ എൻഡോസൾഫാൻ വിഷയം ചർച്ച ചെയ്യുന്ന എൻഡോസൾഫാൻ സെല്ലിൻ്റെ ഒരു മീറ്റിംഗെങ്കിലും വിളിച്ചു ചേർക്കാൻ അങ്ങ് ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയാണ്. മറ്റൊരു കാര്യം, തലപ്പാടി മുതൽ ആരംഭിക്കുന്ന NH ഹൈവേയുടെ കാര്യം എപ്പോഴും മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളൊക്കെ ഈ സഭയിൽ ഹൈവേ ആരുടേതെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞങ്ങളുടെ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച നേട്ടമായി അഭിമാനത്തോടു കൂടി നിങ്ങൾ പറയും. പക്ഷേ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം, മഞ്ചേശ്വരത്തിൻ്റെ താലൂക്ക് കേരളത്തിൻ്റെ ഭൂപടത്തിൽ ഒരു സ്ഥലത്തും 1ാം നിലയിൽ ഒരു താലൂക്ക് ഓഫീസ് ഉണ്ടാവില്ല. ഞാൻ എൻ്റെ കന്നി പ്രസംഗം മുതൽ ഈ ബജറ്റിൽ സംസാരിക്കുന്നത് വരെ ആ താലൂക്കിൻ്റെ ഒരു മിനി സിവിൽ സ്റ്റേഷന് ഫണ്ട് നീക്കിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു 100ഓളം പ്രാവശ്യം CMനെയും മന്ത്രിമാരെയും സമീപിച്ചിട്ടുണ്ട്. സർ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ രോഗികൾ എൻഡോസൾഫാൻ ബാധിച്ച രോഗികൾ തഹസിൽദാരെ കാണാൻ വന്നാൽ തഹസിൽദാർ താഴെ ഇറങ്ങി അവരെ പരാതികൾ വാങ്ങേണ്ട ഒരു ഗതികേട് മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് പരാതി പോയിരിക്കുകയാണ്. സർ, ഒരു കാര്യം കൂടി, മറ്റൊരു കാര്യം, അതിർത്തിയിലെ
ഏറ്റവും വലിയ ഒരു പ്രശ്നം മഞ്ചേശ്വരം കുമ്പള പോലീസ് സ്റ്റേഷനെ വിഭജിച്ച് ഒരു പോലീസ് സ്റ്റേഷൻ ആവശ്യപ്പെട്ട് നിരന്തരമായി സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് മുഹമ്മദ് ആസിഫ് എന്ന് പറയുന്ന ബായാർ പദവിയിലെ ഒരു ചെറുപ്പക്കാരൻ ആക്സിഡന്റിൽ മരിച്ചു എന്നറിഞ്ഞ് ഞങ്ങളൊക്കെ പോയപ്പോൾ ആ കുടുംബം CM-നെയും DGP-യെയും മന്ത്രിയൊക്കെ കണ്ട് പറഞ്ഞൊരു കാര്യം, അതൊരു കൊലപാതകമാണെന്ന് സംശയിച്ച് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് എൻ്റെ മണ്ഡലത്തിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സർ, ആ ഇത്തരത്തിലുള്ള മഞ്ചേശ്വരത്തിൻ്റെ പ്രത്യേകം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ എന്ത് പറയുമ്പോഴും പറയുന്നൊരു കാര്യം, ഞങ്ങൾ BJP-ക്കെതിരെയാണ്, കേന്ദ്രം ഞങ്ങൾ അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ മതേതര കേരളത്തിൻ്റെ അഭിമാനം ഓരോ നിയമസഭയിലും കാത്തു സൂക്ഷിക്കുന്ന മതേതരത്വത്തിൻ്റെ മികച്ച മെസ്സേജ് നൽകുന്ന ആ മേഖലയെ ചേർത്ത് നിർത്തേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കില്ലേ? തുളുവില് ഒരു എൻ്റെ നാട്ടിൽ സാധാരണ സംസാരിക്കുമ്പോൾ തുളുവില് പറയും, മരത്തടി പോണാക തരതെത്ത് തുവട് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അതുപോലെയാണ് ഈ ബജറ്റിൽ എപ്പോഴും എന്നും ഞങ്ങളോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ ബജറ്റിൽ കാസർഗോഡിനെയും മഞ്ചേശ്വരത്തെയും പ്രത്യേക രീതിയിൽ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ നാട്ടുകാർ 3 ബജറ്റാണ് കാണാറുള്ളത്. ഒന്ന് കേന്ദ്ര ബജറ്റ്, 2 കേരള ബജറ്റ്, മറ്റൊന്ന് കർണാടകയിലെ സിദ്ധരാമയ്യയുടെ ഗവൺമെൻറ്. തൊട്ടടുത്ത സംസ്ഥാനത്ത് എത്ര മനോഹരമായിട്ടാണ് BJP-ക്കെതിരെ നെഞ്ചു വിരിച്ച് പടവരുതുന്ന DK ശിവകുമാറിന്റെ സംസ്ഥാനം ഒരു ജനതയെ കൊണ്ടുപോകുന്നത്. അതുകൂടി പരിഗണിക്കണം. ഈ ബജറ്റിനെ എതിർത്ത് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.